പാലക്കാട് ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ ഡ്യൂട്ടി സമയം പൂർത്തിയാക്കാതെ ഡോക്ടർ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിയെന്ന ആക്ഷേപം. നഗരസഭാ ചെയർപേഴ്സന്റെ നേതൃത്വത്തിൽ ആശുപത്രി സൂപ്രണ്ട് ഇൻചാർജ് ഡോക്ടറെ തടഞ്ഞു. രാവിലെ വൈകിയെത്തി വൈകിട്ട് ഡ്യൂട്ടി സമയം പൂർത്തിയാകും മുൻപ് ആശുപത്രിയിൽ നിന്ന് പോകാൻ ശ്രമിച്ചതിനാണ് ഡോക്ടറെ തടഞ്ഞതെന്ന് ജനപ്രതിനിധികൾ പറഞ്ഞു. എന്നാൽ 5 മണിക്കൂറാണ് ജോലി സമയമെന്നും വൈകി വന്നത് മേലധികാരികളുടെ അറിവോടെയാണെന്നും ഡോക്ടർ ഷിജിൻ വ്യക്തമാക്കി. ഇക്ബാൽ അറക്കൽ നമുക്കൊപ്പം ചേരുകയാണ് തത്സമയം. ഇക്ബാൽ അറക്കൽ, ഗുഡ് മോർണിംഗ്. ഈ 5 മണിക്കൂർ എന്നൊക്കെ കേൾക്കുമ്പോൾ കൊതിയാവുന്നു. നമ്മളൊക്കെ 5 മണിക്കൂർ എന്ന് പറയുന്നത് ഉറങ്ങുന്ന സമയമാണ് അല്ലേ ഇക്ബാൽ? അതെ, പലപ്പോഴും അതിൽ കുറവ് സമയമാണ് പലർക്കും കിട്ടുന്നത്. പക്ഷേ ഈ സംഭവം നടക്കുന്നത് പാലക്കാട് ഒറ്റപ്പാലത്താണ്. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയുടെ സൂപ്രണ്ടിന്റെ ചുമതലയുള്ള ഡോക്ടർ ഷിജിൻ പാലാടിനെതിരെയാണ് ഇത്തരത്തിലൊരു ആക്ഷേപവുമായി ഒറ്റപ്പാലം നഗരസഭയിലെ ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും അതുപോലെ തന്നെ മറ്റ് ജനപ്രതിനിധികളുമെല്ലാം രംഗത്തേക്ക് എത്തിയത്. ഇന്നലെ രാവിലെ നേരത്തെ ഡ്യൂട്ടിയിലേക്ക് എത്തേണ്ട ഈ സൂപ്രണ്ടിന്റെ ചുമതലയുള്ള ഈ ഡോക്ടർ രാവിലെ 11:30 മണിയോടുകൂടിയാണ് ആശുപത്രിയിലേക്ക് എത്തിയത്. മാത്രമല്ല വൈകിട്ട് 3:30 മണിക്ക് മുമ്പായി ഈ ആശുപത്രിയിൽ നിന്നും ഇറങ്ങാനുള്ള തീരുമാനം ഡോക്ടർ സ്വീകരിക്കുകയായിരുന്നു. ഇത് ശ്രദ്ധയിൽപ്പെട്ടാണ് ഈ ഒറ്റപ്പാലം നഗരസഭാ ചെയർപേഴ്സൺ ആയിട്ടുള്ള കെ ജാനകി ദേവിയുടെ നേതൃത്വത്തിലുള്ള ജനപ്രതിനിധികൾ ആശുപത്രിയിലേക്ക് എത്തി ഡോക്ടറിന്റെ ഈ നീക്കം അല്ലെങ്കിൽ ഈ ഒരു ശ്രമം, ആശുപത്രിയിൽ നിന്നും നേരത്തെ ഇറങ്ങാനുള്ള ഈ ഒരു ശ്രമം തടഞ്ഞതെന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത്. പക്ഷേ ഡോക്ടർ ഈ കാര്യത്തിൽ ഒരു വിശദീകരണം നൽകുന്നത് തൻ്റെ ജോലി സമയം എന്ന് പറയുന്നത് 5 മണിക്കൂറാണ്. മാത്രമല്ല ഇന്നലെ രാവിലെ 11:30 മണിക്ക് അത് വൈകിയെത്തിയതാണെന്ന് അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്. പക്ഷേ ആ വൈകിയെത്തിയത് തൻ്റെ മേലധികാരികളെ അറിയിച്ചു തന്നെയാണെന്നാണ് ഡോക്ടർ പറയുന്നത്. ഏതായാലും ഈ വിഷയത്തെ തുടർന്ന് ഏറെ നേരം ഡോക്ടറെ ഉപരോധിക്കുന്ന അല്ലെങ്കിൽ ഡോക്ടറെ തടഞ്ഞു വെക്കുന്ന സാഹചര്യം ജനപ്രതിനിധികൾ സ്വീകരിച്ചിരുന്നു. പിന്നീട് പാലക്കാട് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഇടപെട്ടാണ് ഈ പ്രശ്നം പരിഹരിച്ചത്. ഡോക്ടറുടെ ഭാഗത്ത് നിന്ന് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പരിശോധിച്ച് പരിഹരിക്കാം അല്ലെങ്കിൽ നടപടി സ്വീകരിക്കാമെന്ന് DMO ജനപ്രതിനിധികൾക്ക് ഉറപ്പ് നൽകിയതിനു ശേഷം മാത്രമാണ് പ്രതിഷേധം അവസാനിപ്പിക്കാൻ ജനപ്രതിനിധികൾ തയ്യാറായിട്ടുള്ളത്. ഏതായാലും ഇന്ന് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തും എന്നുള്ളതാണ് DMO ഉൾപ്പെടെയുള്ളവർ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. സുജയ.